ബാക്കി വരുന്ന ചോറ് ഒന്നിക്കലെടുത്ത് കളയും, അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒന്നുകൂടെ പതപ്പിച്ച് കഴിക്കും. ഞാനും അങ്ങനെയാണ്. എന്നാ ഇന്ന് നമുക്കൊരു സാധനം പരീക്ഷിച്ച് നോക്കിയാലോ? വാ, ഞാൻ ഇവിടെ 400 ഗ്രാം ചോറ് എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ കറക്റ്റ് ആയിട്ട് അളന്നേന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു തരാം. ഇത് ഇനി നമുക്ക് ഒരു മിക്സിന്റെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പൊ വെള്ളം ഒന്നും ഒഴിക്കണ്ട, വെറുങ്ങനെ അങ്ങനെ അരച്ചെടുക്കാം. ഞാൻ അരച്ചിട്ടുണ്ട്, പക്ഷെ ഒരു തുള്ളി വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്നുകൂടെ അരച്ചെടുക്കാം. ഇത് കണ്ട, ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ബാക്കി പറയുന്നതിന് മുമ്പേ ഞാൻ ചോറ് അളക്കാൻ ഉപയോഗിച്ച ഒരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ട, ഇതാണ് ഡിജിറ്റൽ കിച്ചൺ വെയിങ് സ്കെയിൽ. 10 കിലോ വരെ നമുക്ക് ഇതിൽ അളക്കാൻ പറ്റും. ഈ ജിമ്മിലൊക്കെ പോകുന്നവർക്കും ഡയറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഇത്. കറക്റ്റ് ആയിട്ട് അളവൊക്കെ നമുക്ക് അളവെന്നെടുക്കാൻ പറ്റും. പിന്നെ ബേക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഫ്ലോർ ഒക്കെ നമുക്ക് കറക്റ്റ് അളവിൽ എടുക്കാൻ ഇതിൽ നല്ല ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ലിങ്ക് വേണ്ടവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ബാക്കി കാര്യത്തിലോട്ട് നമുക്ക് കടക്കാം. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മളെ റവയില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് അരിപ്പൊടിയായാലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് 1 സവാള മുറിച്ചതും 1 ചെറിയ പച്ചമുളക് അരിഞ്ഞതും. അധികം പച്ചമുളക് ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല, കാരണം എൻ്റെ കുഞ്ഞിനും കൂടി കൊടുക്കേണ്ടതുകൊണ്ട് ഒറ്റ ചെറിയൊരു പച്ചമുളകേ ഞാൻ അരിഞ്ഞിട്ടുള്ളൂ. നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കയ്യിൽ അല്പം വെള്ളം നനച്ചിട്ട് നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. വെള്ളം എന്തിനാ നനയ്ക്കുന്നത്? അധികം ഒന്നും ഒഴിക്കാൻ പാടില്ല, ജസ്റ്റ് കൈ ഒന്ന് നനച്ചെടുക്കുക. കാരണം എന്ന് വെച്ചാൽ പറ്റി പിടിക്കാണ്ടിരിക്കും. ഇതിപ്പോ ഞാൻ നല്ലോണം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പൊ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി കയ്യിൽ വെള്ളം ആക്കിയിട്ട് ചെറിയ ചെറിയ ഉരുളകൾ എടുത്ത് ഒന്ന് ഉരുട്ടി വടേന്റെ ഷേപ്പിലാക്കിയിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. എല്ലാം അങ്ങനെ ആക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വട മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ മതിയാവും, അധികം വേണമെന്നില്ല. എന്നാലും വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് ഇത് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കാം. ഒരു ബാച്ച് ആയിട്ടുണ്ട്. അടുത്ത ബാച്ച് കൂടി നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കാം. നല്ല ക്രിസ്പി വട റെഡി ആയിട്ടുണ്ട്. ക്രിസ്പിന്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരട്ടെ. ഇത് കൊള്ളാം കേട്ടാ. നമുക്ക് ഉഴുന്നരക്കണ്ട, പൊതിർക്കണ്ട, വെറും നമ്മൾ കഴിക്കുന്ന ചോറ് മാത്രം മതി. എത്ര പെട്ടെന്ന് ആയ നോക്കിയേ. അപ്പൊ അടുത്തൊരു കിടിലൻ റെസിപ്പി ആയിട്ട് ഞാൻ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാനും മറന്നുകൊണ്ട. അപ്പൊ ശരി.